അടുക്ക പലതേയും നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും ഉറപ്പുവരുത്തുന്നില്ല ഈ സർക്കാർ. ഇപ്പോൾ കുടിവെള്ളം വേണ്ട, കളർ വെള്ളം കുടിച്ചാൽ മതി എന്നാണോ? അതാണോ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നയം? നോക്കൂ, ആ പാവപ്പെട്ട രണ്ടുപേരും ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. ഇന്നസെൻറ്റും KPSC ലളിതയും. തിരഞ്ഞെടുപ്പ് കാലത്ത് അവരെ കൊണ്ട് പറഞ്ഞാണ് LDF വരും, തുറന്ന ബാറുകൾ പോലും അടച്ചുപൂട്ടും എന്ന ഉറപ്പ് നൽകിയ 2 പേർ അല്ലേ? അവരെയൊക്കെ പൊട്ടന്മാരാക്കി മാറ്റിയിരിക്കുകയാണ്. എന്താണ് ബ്രൂവറി അനുവദിക്കുന്നതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്? 2022-23-24 ഇടതുപക്ഷത്തിന്റെ പോളിസി മാറ്റേഴ്സിൽ അവതരിപ്പിച്ചതാണ്. സംസ്ഥാനത്ത് ആവശ്യമുള്ള മദ്യം നിർമ്മിക്കും ബ്രൂവറി ശാലകൾ എന്ന് പറഞ്ഞാൽ മദ്യ നിർമ്മാണശാലകളാണ് ബ്രൂവറി എന്ന വാക്ക് നടത്തുന്നത്. അത് പോളിസി മാറ്റിൽ പറഞ്ഞാണ്. അന്ന് കോൺഗ്രസും എല്ലാം കൊണ്ടുള്ള നിയമസഭയിലാണ് അവതരിപ്പിച്ച. അന്ന് ഇതിനെക്കുറിച്ച് ആരും ഇതൊന്നും എതിർത്ത് പറഞ്ഞിട്ട് വന്നില്ല. പിന്നെ ഈ ബ്രൂവറി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇവിടെ ചില കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നതിന് മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് വരാം. ഒന്ന്, BJPയുടെ നേതാവ് പറഞ്ഞൊരു കാര്യം, ഇതിന് ടെൻഡർ ക്ഷണിച്ചില്ല എന്നാണ്. ഇതിനെന്തിനാ ടെൻഡർ ക്ഷണിക്കുന്നത്? എന്റെ കയ്യിലിരിക്കുന്ന പണം ചെലവാക്കി ഞാനൊരു വ്യവസായം തുടങ്ങുന്നതിന് ഞാൻ ടെൻഡർ ക്ഷണിക്കേണ്ട. ഗവൺമെന്റിന്റെ സമ്പത്ത് കൊണ്ട് ഗവൺമെന്റ് വിളിക്കുന്നതിനാണ് കൊട്ടേഷൻ കൊടുക്കുക. ഇതല്ല. നമുക്ക് വ്യവസായ സ്ഥാപനം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും തുടങ്ങാം. അതിന് ടെൻഡർ വേണ്ട. അവിടുത്തെ പല ഡിപ്പാർട്ട്മെന്റ് അനുമതി വേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇതിനകത്തുള്ള പ്രതിപക്ഷവുമായി സംസാരിച്ചില്ലായിരുന്നു. ഇത് പോളിസി മാറ്റേഴ്സ് എപ്പോഴും സഭയിൽ അവതരിപ്പിക്കുന്നതാണ്. ഈ BJP ഗവൺമെന്റ് ഈ CIA ഒക്കെ കൊണ്ടുവന്ന എത്ര പ്രതിപക്ഷം, സ്വന്തം പാർട്ടി മുന്നണിയിൽപ്പെട്ട പാർട്ടികൾ പോലും ആലോചിക്കാതെ അന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന BJP ഗവൺമെന്റ് CIA ഒക്കെ കൊണ്ടുവന്നു. അതവിടെ നിൽക്കട്ടെ. പിന്നെ അപ്പൊ ഇതിനകത്ത് ടെൻഡർ വിളിക്കണ്ട. പിന്നെ 24 ഏക്കർ സ്ഥലം ഒയാസിസ് എന്ന കമ്പനി പാലക്കാട്ട് നേരത്തെ തന്നെ അവരുടെ പേരിൽ വാങ്ങിച്ചിട്ടുണ്ട്. അവരുടെ സ്വന്തം വസ്തുവിൽ അവരൊരു വ്യവസായ സ്ഥാപനം തുടങ്ങി. ഇവിടെ 2-3 ആക്ഷേപങ്ങളുണ്ട്. ശരിയാണ്. ഒന്ന്, പാലക്കാട്ട് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ കുടിവെള്ള പ്രശ്നം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളം രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. അത് അവരുടെ നയത്തിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അവര് റെയിൻ ഹാർവെസ്റ്റിങ്ങിലൂടെയാണ് വെള്ളം ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ലൈസൻസ്, ഈ ലൈസൻസ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക ലൈസൻസ് ആണ്. കേരള ഗവൺമെന്റ് പാസ്സാക്കിയ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഉണ്ട്, ഏകജാലക സംവിധാനം. ആ ഏകജാലക സംവിധാനം അനുസരിച്ച് വ്യവസായങ്ങൾ ആർക്കും എവിടെയും തുടങ്ങാം. അതിന് വേണ്ടുന്ന ലൈസൻസ് ബന്ധപ്പെട്ട അധികാരികൾ കാലാകാലങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ സ്റ്റാർട്ടപ്പുകൾ വരുന്നത്. ആ സ്റ്റാർട്ടപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട BJP ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്ത് നിന്ന് കേരളത്തിൽ ഇപ്പോൾ ഗുജറാത്തിനോടൊപ്പം 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അത് ഇവിടെ ആരും ചർച്ച ചെയ്തില്ല. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ തുടങ്ങുന്ന ഒയാസിസ് എന്ന കമ്പനി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈഥൈൽ ആൽക്കോൾ, ഇഥനോൾ എന്ന സാധനമാണ്, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കോൾ. ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കോൾ നിർമ്മിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പോളിസി മാറ്റമുണ്ട്. അതാണ് ആദ്യം പഠിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പോളിസി ഇങ്ങനെ കൊണ്ടുവരാൻ കാര്യം എന്താ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യ ഗവൺമെന്റ് വലിയ ട്രേഡ് ഡെഫിസിറ്റ് നേരിടുന്നു. ട്രേഡ് ഡെഫിസിറ്റിന്റെ പ്രധാന കാരണം നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പെട്രോൾ ഉൽപ്പന്നങ്ങളാണ്. നമ്മുടെ സമ്പത്തിന്റെ ഏറ്റവും വലുത് നമ്മൾ പെട്രോൾ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുക. അപ്പോൾ അത് കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് പറയും. അതിന് വേണ്ട എന്താ? പെട്രോളിയം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ നമുക്കിവിടെ സോഴ്സ് ഇല്ല. അതുകൊണ്ട് പെട്രോളിയത്തിൽ ചേർക്കുന്ന ഇഥനോൾ 5 മുതൽ 10% വരെ ചേർക്കാം. വടക്കേ ഇതിലെ കരിമ്പ് കർഷകർക്ക് അത് വളരെ നല്ല ഉപയോഗമാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓയിൽ കമ്പനികൾ അതിന് കഴിവുള്ള കമ്പനികളുമായിട്ട് ചേർന്ന് എഗ്രിമെന്റ് വെക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓയിൽ കമ്പനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം എല്ലാം തന്നെ ഒപ്പുവെച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 1ാമത്തെ കമ്പനിയാണ് ഒയാസിസ്. ഞാൻ ഒരു കാര്യം അംഗീകരിക്കുന്നത്, ഇവരുടെ പേരിൽ പഞ്ചാബിലും ഡൽഹിയിലും കേസുണ്ട്. പക്ഷെ BJP ഭരിക്കുന്ന UP-യിലും ഈ കമ്പനി പ്രവർത്തിക്കുന്നു, മധ്യപ്രദേശിൽ ഈ കമ്പനി പ്രവർത്തിക്കുന്നു, സംസ്ഥാനങ്ങളിൽ ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒരു കേസുണ്ട്. അതിനെ തർക്കമൊന്നുമില്ല, ഞാൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല. ഡൽഹിയിലെ മധ്യ കേസിനകത്തൊക്കെ ഇതിനകത്ത് ഡയറക്ടർമാർ ആ കേസിലെ പ്രതികളൊക്കെയാണ്. അപ്പോൾ അവരിവിടെ കൊണ്ടുവന്നു, അവരിവിടെ തുടങ്ങാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ചാരായ നിർമ്മാണം ഇവിടെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ആദ്യഘട്ടത്തിൽ അവരവിടെ നിർമ്മിക്കുന്നത് ചാരായമാണ്. അല്ലാതെ അവര് ഫോറിൻ ലിക്കറുകളല്ല നിർമ്മിക്കുന്നത്, ഈഥൈൽ ആൽക്കോൾ നിർമ്മിക്കുന്നു. ആ ഈഥൈൽ ആൽക്കോളിൽ പിന്നെ പല പ്രോസസ്സുകൾ നടത്തിയെങ്കിൽ അത് റമ്മോ, വിസ്കി, ബ്രാൻഡി, ബിയറൊക്കെ ആയിട്ട് മാറത്തുള്ളൂ. ആ ചാരായം നിർമ്മിക്കുന്നതിന് കേരളത്തിലെ നമ്മൾ പരസ്യമായിട്ട് കൊല്ലം ജില്ലക്കാരനെ ബാലഗോപാൽ പ്രഖ്യാപിച്ചതാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കപ്പയുണ്ട്, കടച്ചക്കയുണ്ട്, വേസ്റ്റായി പോകുന്ന പറങ്കിയാമ്പഴമുണ്ട്. ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്നൊക്കെ ഈഥൈൽ ആൽക്കോളാക്കി മാറ്റിയാൽ അത് അവർക്ക് നല്ല വരുമാനവുമാകും, സംസ്ഥാനത്തിന് അതിനുള്ള വരുമാനവും കിട്ടും. പിന്നെ അങ്ങനെ ഈഥൈൽ ആൽക്കോൾ ഇവിടെ നിർമ്മിച്ചാൽ മദ്യ ഉപയോഗം എങ്ങനെ കൂടും? ഇപ്പോൾ നമ്മൾ മദ്യം ഇറക്കുമതി ചെയ്യുന്നത് പ്രധാനമായും കർണാടകത്തിൽ നിന്നും മദ്രാസിൽ നിന്നുള്ള കമ്പനികളിൽ നിന്നാണ്.
അപ്പോൾ ഇവിടെ മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ മദ്യം ഇറക്കുമതിയാണ് നിൽക്കുന്നത്. മദ്യം കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇപ്പോൾ അതിനകത്ത് 4 ലിക്കർ നിർമ്മാണം ഇല്ല. അവരുടെ പ്രൈമറിയിൽ ഈതയിൽ ആൽക്കോൾ മാത്രം നിർമ്മിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പ്രൈമറി ലൈസൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അവർക്ക് നിരവധി ലൈസൻസ് വേണം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പഞ്ചായത്തിന്റെ ലൈസൻസ് വേണം, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണം, അങ്ങനെ പല പാരിസ്ഥിതികമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ അവർക്ക് വേണം. ഇതെല്ലാം കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ അറിയിക്കേണ്ട ഏറ്റവും ചുരുങ്ങിയ വർഷമായിട്ടൊക്കെ ഇല്ല. ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അനുസരിച്ച് ഒരു പഞ്ചായത്തിൽ വ്യവസായം പഞ്ചായത്തിൽ അവിടെ സ്ഥലം വാങ്ങിച്ചു. സ്ഥലം വാങ്ങിച്ചത് എന്തിനാ? അവിടെ കോളേജ് സ്ഥാപിക്കാന്ന് പറഞ്ഞ സ്ഥലം വാങ്ങിച്ചത്. സ്ഥലം വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രമാണത്തിൽ ഞാൻ ഇന്നതിനെന്ന് എഴുതണ്ടല്ലോ നമ്പ്യാരെ. പ്രമാണം നമ്മൾ വസ്തു വാങ്ങിക്കുമ്പോൾ വസ്തുവിനകത്ത് എഴുതി വെക്കണം ഞാൻ ഇന്നതിനാണ് ഈ വസ്തു വാങ്ങിക്കുന്നത്. അങ്ങനെ പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടല്ലോ. പണം ഉള്ളവർക്ക് ഇന്ത്യക്കകത്ത് ഇപ്പൊ ജമ്മു കാശ്മീരിലും വാങ്ങിക്കും, എവിടെ വേണമെങ്കിലും നമുക്ക് വസ്തു വാങ്ങിക്കാം. അപ്പൊ അതിനകത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അവർ വസ്തു വാങ്ങിക്കുമ്പോൾ അതിനകത്ത് അടിക്ക് അങ്ങനെ വെച്ചാൽ ആ പ്രമാണം തന്നെ അസ്ഥിരമാണ്. നിയമം അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും പ്രമാണത്തിൽ പറയാൻ പാടില്ല. അപ്പോൾ അവർ വസ്തു വാങ്ങിച്ചു, അവരുടെ സ്വന്തം പേരുള്ള വസ്തു വ്യവസായം തുടങ്ങുന്നു, ഈതയിൽ ആൽക്കോൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതിന്റെ ഉൽപ്പാദനമല്ല, പ്രാഥമിക ഘട്ടത്തിൽ ഗവൺമെന്റ് പാസ്സാക്കിയ സിംഗിൾ വിൻഡോ പ്രോസസ് അനുസരിച്ച് പഞ്ചായത്തിന്റെ ലൈസൻസ് വേണ്ട. പക്ഷെ അവിടെ കെട്ടിട നിർമ്മാണങ്ങളൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പഞ്ചായത്തിന്റെ അംഗീകാരമില്ലാതെ അവിടെ കെട്ടിടം നിർമ്മിക്കാനും മറ്റു പ്രവൃത്തികളോ പഞ്ചായത്തിന്റെ നമ്പർ ഇടണം. ഇതൊക്കെ പഞ്ചായത്തിന്റെ അംഗീകാരം വേണ്ടി വരും. പ്രാഥമിക ലൈസൻസിന് ഇവിടുത്തെ ഏകജാലക സംവിധാനം അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ അനുവാദം കൊടുത്താൽ മതി. മറ്റു ഒന്നിന്റെയും അനുമതി വേണ്ട. പക്ഷെ വ്യവസായം തുടങ്ങണമെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉൾപ്പെടെ പഞ്ചായത്തിന് ഉൾപ്പെടെ മറ്റ് ഇതുമായിട്ട് ഏതൊക്കെ ഏജൻസികൾ ബന്ധപ്പെട്ട് വരുന്നു ആ ഡിപ്പാർട്ട്മെന്റ് എല്ലാം അംഗീകാരങ്ങൾ വേണ്ടിവരും. അത് പിന്നീടുള്ള അടുത്ത ഓരോ നടപടികളാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോ, ഈ ബ്രൂവറി തുടങ്ങുക എന്നതാണോ സർക്കാരിന്റെ പ്രയോറിറ്റി? ആണോ? ഗവൺമെന്റിന്റെ പോളിസി മാറ്റി 2022-23 ഇത് പ്രഖ്യാപിച്ചതാണ്. കേരളത്തിലുള്ള കർഷകരെ സഹായിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ മദ്യം ഇറക്കുമതി ചെയ്യുമ്പോൾ കേരളത്തിനുണ്ടാകുന്ന ധനകാര്യ വകുപ്പിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി. അല്ലാതെ മദ്യം ഇറക്കുമതി ചെയ്യുന്നത് നമ്മൾ ഇവിടെ തന്നെ മദ്യം ഉൽപ്പാദിപ്പിച്ചാൽ ഉപയോഗം കൂടുന്നതായിട്ട് ബന്ധം. അങ്ങനെയാണെങ്കിൽ അതാണ് സർക്കാരിന്റെ നയമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അന്തരിച്ച KPSC ലളിതയെ കൊണ്ടും ഇന്നസെന്റിനെ കൊണ്ടും നിങ്ങൾ എന്തിനാണ് കള്ളപ്രസ്താവന ഇറക്കിച്ചത്? നമ്മൾക്ക് ഓരോ കാലങ്ങളും നമ്മൾ 1957 കേരളമാണ് ഇത്. ഓരോ കാലങ്ങളിൽ ഗവൺമെന്റ് അതിന്റെ പോളിസി മാറ്റേഴ്സ് പ്രഖ്യാപിക്കും. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മദ്യം ഒഴുക്കുന്ന് പറഞ്ഞാൽ പോരെ? അത് പറയാനുള്ള ഇതല്ല ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. ഇത് മദ്യം ഒഴുകുന്നതായിട്ട് എന്താ ബന്ധം? ഞാൻ അടുത്തൊരു കടയിൽ പോയി 1 കുപ്പി മദ്യം വാങ്ങിക്കുന്നു, എന്റെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു, ഈ 1 കുപ്പി മദ്യം ഉപയോഗിക്കുന്നു. ഇതിനകത്ത് എങ്ങനെ മദ്യം ഒഴുകുന്നത്? മദ്രാസിൽ നിന്ന് വാങ്ങിച്ച കർണാടകത്തിൽ നിന്ന് മദ്യം വാങ്ങിക്കുന്നതിന് പകരം അതേ മദ്യം കേരളത്തിൽ ഇപ്പോഴുണ്ടല്ലോ, കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ, ഗവൺമെന്റ് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ മദ്യം ഒഴുകുന്ന എങ്ങനെയാണ്? മദ്യം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ മദ്യം ഒഴുകുമോ? നമ്മൾ കൂടുതൽ ടാക്സ് കൊടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വില കൊടുത്തെടുക്കുന്ന മദ്യം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിൻ്റെതായിട്ടുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകും. ആ മദ്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ വ്യവസായം ഉണ്ടാകും, തൊഴിലാളികൾക്ക് ജോലി കിട്ടും. വിശേഷിച്ച് ഇവിടെ നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതിരിക്കുന്ന നിരവധി കാർഷികോൽപ്പന്നങ്ങൾ, വിശേഷിച്ച് വടക്കൻ ജില്ലകളിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ ഇടകൃഷിയായിട്ടും അല്ലാതെയും ഒക്കെ വളരെ കൂടുതൽ കടച്ചയ്ക്ക് അവിടെ കൃഷി ചെയ്യുന്നു. ആ പൈനാപ്പിൾ ബലദേവി, ഇതെല്ലാം നടത്തിക്കോ. നിങ്ങൾ സംസ്ഥാനത്തിന് ലാഭം ഉണ്ടാക്കാൻ എന്ത് വേണമെന്ന് നടത്തിക്കോ. പക്ഷേ എന്തിനാണ് ഈ കള്ളം പറയുന്നത്? മദ്യവർജനമാണ് നമ്മുടെ ലക്ഷ്യം, മദ്യ ഉപഭോഗം ഘട്ടം ഘട്ടമായി കുറക്കുന്നൊക്കെ ഈ എല്ലാ ബജറ്റ് അവതരണത്തിലും ഇതെന്തിനാണ് നിങ്ങൾ എടുത്ത് പറയുന്നത്? അല്ലെങ്കിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹത്തിനെ കൊണ്ട് എന്തിനാ കള്ളം പറയിപ്പിക്കുന്നത്? അല്ല, അത് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യം നമുക്ക് മദ്യം ഇല്ലാതാക്കണോ. പക്ഷെ നമ്മളെ കൊണ്ടത് പറ്റുന്ന കാര്യമല്ലല്ലോ ഇപ്പോഴത്തെ. മദ്യം ഇല്ലാതാക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. മദ്യം ആര് പറഞ്ഞു? മദ്യ നിരോധനക്കാർ മദ്യത്തിന്റെ അളവ് കുറച്ച് കൊണ്ടുവരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ മദ്യത്തിന്റെ അളവ് കുറച്ച് കൊണ്ടുവരുന്നതും തമിഴ്നാട്ടിൽ ഇന്നിപ്പോ 1 ലക്ഷം ലിറ്റർ കൂടെ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം ലിറ്റർ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് മദ്യത്തിന്റെ അളവ് ഉപയോഗം കൂടുകയോ ഉപയോഗം കുറയുകയോ ചെയ്യുന്നില്ല. നമ്മൾ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മദ്യത്തിന് വരെ അത്രയും മദ്യം നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നു. അത് ഈ പറഞ്ഞ ആദ്യമായി കൊടുത്തിരിക്കുന്ന പ്രാഥമിക ലൈസൻസിൽ റമ്മ്, വിസ്കി, ബ്രാൻഡി, ബിയർ നിർമ്മാണത്തിന് ഒന്നും ലൈസൻസ് കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടുള്ളത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണവും അത് ഓയിൽ കമ്പനികളുമായിട്ട് ചേർന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കകത്തേക്ക് ചേർത്ത് പെട്രോളിയത്തിന്റെ കൺസംഷൻ കുറയ്ക്കാനുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസിയാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് പോളിസി അനുസരിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓയിൽ കമ്പനികളിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നതാണ് ഈ ഒയാസിസ് എന്ന കമ്പനി. കേരളത്തിൽ മാത്രമല്ല. ഒരു കാര്യം, ഇന്ന് ഞാനൊരു മദ്യ കമ്പനിയുടെ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ പഞ്ചാബിൽ നിന്ന് ഒരാൾ കേരളത്തിലേക്ക്, അതും പാലക്കാട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അതായത് ഈ മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ബിയർ ഉണ്ടല്ലോ, ബിയർ,
അതാണ്, അതായത് കേരളത്തിൽ നിന്നുള്ള ബിയറാണ്, നിർമ്മിക്കുന്ന ബിയറാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള, ആളുകൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ബിയർ എന്നാണ്. അപ്പോൾ അത്രയും നല്ല ജലം ഉപയോഗിച്ചിട്ടാണ് ബിയർ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ്, ഉറപ്പിക്കാൻ വേണ്ടിയാണ് പഞ്ചാബ് നിവരി ഇങ്ങോട്ടേക്ക് വണ്ടിയും പിടിച്ച് ഇങ്ങോട്ട് വന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കറിയില്ല, അത് ആരായാലും പറഞ്ഞത് ശുദ്ധമായ ഒരു പോസ്റ്റാണ്. കാരണം ഇവിടെ വിറ്റടിക്കുന്ന ബിയറുകളിൽ കുറെ അധികം, ഞാൻ ഈ അബ്കാരി പോളിസിയിൽ ഒരു 5 വർഷത്തോളം ഇരുന്ന ആളാണ്, ഗവൺമെന്റ് അബ്കാരി പോളിസി. ഈ വിറ്റടിക്കുന്ന, ഞാൻ പുതിയ പോളിസി സമർപ്പിച്ച ആളുമാണ്, ഞാനായിട്ടൊരു സമർപ്പിച്ചതുമാണ്. കാര്യം ഇവിടെ ഈ മദ്യത്തിന്റെ ടാക്സിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വിൽക്കുന്ന ബിയറുകൾ എല്ലാം ഏതൊക്കെയാണ്, നമ്മളിപ്പോ ചാലിക്കൂടെ പറയുന്നില്ലെങ്കിലും പരമാവധി വിറ്റഴിക്കുന്ന കുറെ ബിയറുണ്ട്. കിങ് ഫിഷർ ഉൾപ്പെടെ ചില KF സ്ട്രോങ് പറഞ്ഞ് കുറെ അധികം ബിയർ, വിദേശത്തുനിന്ന് വരുന്ന ഫോസ്റ്റേഴ്സ്, ഓസ്ട്രേലിയൻ ബിയർ ഉൾപ്പെടെ ഉണ്ട്. ഈ പറയുന്ന വിദേശത്ത് വരുന്ന ബിയർ ഒന്നും നമ്മുടെ പാലക്കാട്ട് വെള്ളം കൊണ്ടുവരുന്നു, ഓസ്ട്രേലിയൻ ബിയറാണ് വളരെ കൂടുതൽ വയ്ക്കുന്ന ഫോസ്റ്റർ എന്ന് പറഞ്ഞൊരു ബിയർ. ഈ ബിയറുകളൊന്നും ഇവിടെ നമ്മുടെ ഇവിടെ നിന്നുള്ള വെള്ളം, പാലക്കാട്ട് വെള്ളം എല്ലാം വടക്കേ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബിയർ കേരളത്തിൽ നിന്ന് എങ്ങനെ വെള്ളം കൊണ്ടുവന്നാ പറഞ്ഞത്? ഏത് ട്രെയിനിൽ കൊണ്ടുവന്നു? വിമാനത്തിൽ കൊണ്ടുവന്നു, കപ്പലിൽ കൊണ്ടുവന്നു. പാലക്കാട്ട് നിന്ന് വെള്ളം വടക്കേ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന, കൊച്ചിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ബിയർ. ആ ബിയർ ഇവിടെ ചെലവില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ബിയർ എന്ന് പറയുന്ന ഒന്ന് ഓസ്ട്രേലിയൻ ബിയർ ഫോസ്റ്റേഴ്സ് ആണ്, ഇച്ചിരി VIP കുടിക്കുന്നത്. അല്ലാത്തവർ KF സ്ട്രോങ് എന്ന് പറഞ്ഞ ബിയർ കുടിക്കും. അപ്പൊ ഇങ്ങനെ പിന്നെ ഒത്തിരി ബിയറുകളുണ്ട് ഇവിടെ. അപ്പൊ ഈ ബിയറുകളിൽ പ്രധാനപ്പെട്ട ബിയറുകളെല്ലാം ഒന്ന് മദ്രാസിലെ ഒരു അമൃത് കമ്പനി ഉണ്ടാക്കുന്നുണ്ട്, അവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വിസ്കി ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്, അമൃത്. അതുപോലെ വടക്കേ ഇന്ത്യയിലെ കമ്പനികൾ, അവരിവിടുന്ന് എങ്ങും വെള്ളം കൊണ്ടുവന്നതായിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പാലക്കാട്ട് വന്ന് മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം കോരി വടക്കേ ഇന്ത്യയിലേക്ക് കൊണ്ട് വെള്ളം കൊണ്ടുപോകണമെങ്കിൽ എന്തായാലും അല്ല, ബിയർ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ടല്ലോ പാലക്കാട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ പറഞ്ഞ അവരുണ്ടാക്കുന്ന ബിയർ നിങ്ങൾ ഈ പറയുന്ന ബ്രാൻഡുകളിൽ വരുന്നതല്ല. അപ്പൊ അതുകൊണ്ട് KFന്റെ ഒരു കമ്പനി മാത്രമാണ് ഇവിടെ ഉള്ളത്, കൂടുതൽ ബിയറുകൾ വിടുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല, അവരൊന്നും ഇവിടെ പാലക്കാട് ഡാമിൽ നിന്ന് ആർക്ക് വെള്ളം കൊടുക്കുന്നു? അവിടെ വെള്ളം കൊടുക്കുന്നില്ല. ഇത് ആരാണ് പറഞ്ഞത്? അവിടുന്ന് വെള്ളം കൊടുക്കും? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പോളിസി മാറ്റേഴ്സിൽ ഇരുന്നിട്ടുള്ള ആളാണ്. അതിനകത്ത് അങ്ങനെ യാതൊരു കാര്യങ്ങളും അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാനായിട്ട്, പിന്നെ ഈ ബിയർ ഉണ്ടാക്കുന്നതും അതിനകത്ത് ചേർക്കുന്ന വെള്ളവുമായിട്ട് ഇതെല്ലാം ഡിസ്റ്റിൽ ചെയ്ത് ചേർക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിന് പ്രത്യേകം ബ്ലെൻഡിങ് ആൻഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന പ്രത്യേക ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിന്റെ ഡിസ്റ്റിലേഷൻ, ബ്ലെൻഡിങ്, റിഫൈനിങ്ങിന് പല പ്രോസസ് ഉണ്ട്. അപ്പൊ ആ വെള്ളമൊക്കെ തിളപ്പിച്ച് 100 ഡിഗ്രിക്ക് മുകളിൽ തിളപ്പിച്ചൊക്കെ ചേർക്കുന്നതിന് ഞാൻ അതിന്റെ കെമിസ്ട്രിയിലേക്ക് പോകുന്നില്ല. നിരവധി പ്രോസസ്സുകളുണ്ട്. അപ്പൊ അതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാന്നുള്ള, അല്ലാതെ വേറൊരു കാര്യം ഇതിനകത്തില്ല. പിന്നെ വടക്കേ ഇന്ത്യയിലേക്ക് ഇതിനേക്കാൾ നല്ല ശുദ്ധമായ ജലം കിട്ടുന്ന നിരവധി നദികൾ അവിടെ ഉണ്ട്, ഗംഗ ഉൾപ്പെടെ അവിടെ ഉള്ളപ്പോ ഇവിടെ വന്ന് ഈ വെള്ളം കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്.